കോഡൂർ ജനകീയ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച മുതൽ 28 വരെ കലാലി 24 എന്ന പേരിൽ ഉത്സവ പരിപാടി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമിതിയുടെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിന്റെ സമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിൽ നിലമ്പൂർ ആയിഷാത്ത നാടകം ഒരു സ്ത്രീവേഷം സ്ത്രീകൾ ചെയ്യുന്ന തുടങ്ങിയ അതിനുശേഷം ഒരു പക്ഷേ കൂടുതലായിരിക്കും 1978 3 സ്ത്രീകൾ അഭിനയിച്ച കാപ്പർ എന്ന നാടകം കളിക്കുന്നത് കൂടുതൽ തയ്യാറാക്കുന്നത്. അത് 1978 സമിതിയുടെ നേതൃത്വത്തിലാണ് ആ നാടകം അവിടെ അങ്ങനെ ഒട്ടേറെ ചരിത്രങ്ങൾ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ. ഈ വർഷം വിപുലമായി 3 ദിവസത്തെ പരിപാടിയാണ് ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിശ്ചയിച്ചിട്ടുള്ളത്. കലാലയിൽ 22 കലകളുടെ അവതരണങ്ങൾ ഉണ്ടാവും. 22 വ്യത്യസ്തമായ കലകളുടെ അവതരണം ഉണ്ടാവും. 500-ലധികം കലാകാരന്മാർ പങ്കെടുക്കും. ഈ 22 കലകളിൽ 500-ലധികം കലാകാരന്മാർ പങ്കെടുക്കും. ഇതിന്റെ നാളെ രാവിലെ ചിത്രരചന വലിയാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് ആരംഭിക്കും. ചിത്രരചനയിൽ 250ഓളം വിദ്യാർത്ഥികളാണ്. വെള്ളിയാഴ്ച രാവിലെ 9-ന് വലിയാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികളുടെ ചിത്രരചന മത്സരങ്ങളോടെയാണ് പരിപാടിക്ക് തുടക്കമാകുക. ആർട്ടിസ്റ്റ് മനോജ് പൂളക്കൽ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10-ന് വലിയാട് കലാലയ മൈതാനത്ത് നാട്ടുചന്തയ്ക്ക് ഉദ്ഘാടനം ജൈവ കർഷകൻ തോരപ്പ മുസ്തഫ നിർവഹിക്കും. ഉച്ചയ്ക്ക് 2:30-ന് നാടൻ രുചികളുടെ മേളനമായ ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കമാകും. 3-ന് കോഡൂർ ചരിത്രവും സംസ്കാരവും സിമ്പോസിയം നടക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്രഭാഗം തലവൻ ഡോക്ടർ ശിവദാസ് മോഡറേറ്ററാകും. മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യും. മുൻ MLA KN ഖാദർ, EN മോഹൻദാസ്, MK അബൂബക്കർ എന്നിവർ സംബന്ധിക്കും. വൈകിട്ട് 4-ന് സാംസ്കാരിക ഘോഷയാത്ര നടക്കും. ചെമ്മങ്കടവിൽ നിന്ന് തുടങ്ങി പാലക്കർ വഴി വഴിയാട് സമാപിക്കും. ചരിത്ര നായകന്മാരുടെ വേഷവിധാനങ്ങൾ, നിശ്ചലദർശനങ്ങൾ, കലാപരിപാടികൾ, വാദ്യമേളങ്ങൾ എന്നിവ കൊഴുപ്പേകും. 6 മണിക്ക് കലാപരിപാടികൾക്ക് തുടക്കമാകും. രാത്രി 8-ന് ചലച്ചിത്ര പ്രദർശനം സംവിധായകൻ ഉണ്ണികൃഷ്ണൻ ആവള ഉദ്ഘാടനം ചെയ്യും. 8:30-ന് സമിതിയുടെ പാവുട്ടി നാടകം അരങ്ങേറും. 27-ന് രാവിലെ 10-ന് കർഷക കൂട്ടായ്മ നടക്കും. 4 സിനിമകൾ അന്നേ ദിവസം പ്രദർശിപ്പിക്കും. വൈകിട്ട് 4-ന് സാംസ്കാരിക സമ്മേളനം, പുരസ്കാര വിതരണം നടക്കും. സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യനിടം ഉദ്ഘാടനം ചെയ്യും. നേഹ ചെമ്പശ്ശേരി മുഖ്യാതിഥിയാവും. 32 കലാപരിപാടികളും അരങ്ങേറും. 22-ന് രാവിലെ അംഗനവാടി കലോത്സവം നടക്കും. വൈകിട്ട് 5-ന് ആർട്ടിസ്റ്റ് ക്യാമ്പിൽ കലാകാരന്മാരുടെ തത്സമയ വരയും മെഗാ കൈക്കൊട്ടിക്കളിയും നടക്കും. 5:30-ന് സാംസ്കാരിക സമ്മേളനത്തിൽ തുടക്കമാകും. 7-ന് നാടകോത്സവത്തോടെ പരിപാടി സമാപിക്കും. വാദസമ്മേളനത്തിൽ ഭാരവാഹികളായ C. ഇല്യാസ്, ആയിഷ, P. സുധീന്ദ്രൻ, PK മനോജ്, റിസ്വാന, സമീർ കലായി എന്നിവർ സംബന്ധിച്ചു. മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്കത്തിളക്കം നൽകി 22ാം വാർഷികത്തിലേക്ക് കടക്കുന്ന സഹാറ ഗോൾഡൻ ഡയമണ്ട്. ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ബ്രൈഡൽ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ 18 കാരറ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം, വിശാലമായ പാർക്കിംഗ് സൗകര്യം. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.